മങ്കി പോക്സ് വൈറസ് കേരളത്തിലും അത് സ്ഥിരീകരിച്ചു. മങ്കി പോക്സ് മൂലമുള്ള അസുഖത്തെ ആളുകൾ പേടിക്കാൻ കാരണം അത് ബാധിച്ച ആളുകളുടെ ഭീതിപ്പെടുത്തുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. ദേഹത്തെല്ലാം ഒരുപാട് കുരുക്കൾ, വടുക്കളുണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള പാടുകളുണ്ടാക്കാവുന്ന സംഗതി കുരുക്കളായിട്ടുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പോക്സ്, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, തക്കാളിപ്പനി എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി, പിന്നെ ഈ മങ്കി പോക്സ്, ഇതിനെയൊക്കെ നമ്മൾ ഭയത്തോടെ കാണുന്നത് അതുമൂലം മരണം സംഭവിക്കും എന്നുള്ളത് കൊണ്ടല്ല. ഇത് ഒരുപാട് വടുക്കൾ നമ്മുടെ മുഖത്ത് ശേഷിപ്പിക്കുമോ, വികൃതമാക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. മങ്കി പോക്സ് വൈറസ് കേരളത്തിലും അത് സ്ഥിരീകരിച്ചു. മങ്കി പോക്സ് മൂലമുള്ള അസുഖത്തെ ആളുകൾ പേടിക്കാൻ കാരണം അത് ബാധിച്ച ആളുകളുടെ ഭീതിപ്പെടുത്തുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. ദേഹത്തെല്ലാം ഒരുപാട് കുരുക്കൾ, വടുക്കളുണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള പാടുകളുണ്ടാക്കാവുന്ന സംഗതി കുരുക്കളായിട്ടുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പോക്സ്, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, തക്കാളിപ്പനി എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി, പിന്നെ ഈ മങ്കി പോക്സ്, ഇതിനെയൊക്കെ നമ്മൾ ഭയത്തോടെ കാണുന്നത് അതുമൂലം മരണം സംഭവിക്കും എന്നുള്ളത് കൊണ്ടല്ല. ഇത് ഒരുപാട് വടുക്കൾ നമ്മുടെ മുഖത്ത് ശേഷിപ്പിക്കുമോ, വികൃതമാക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. തീർച്ചയായിട്ടും അതൊരു കോസ്മെറ്റിക് പ്രോബ്ലമാണ്. ഈ ഡെർമറ്റ് സൈക്കാട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. പ്രത്യേകിച്ചും സോറിയാസിസ് പോലുള്ള അസുഖങ്ങളിലും ഇതുപോലുള്ള അസുഖങ്ങളിലുമൊക്കെ ഉണ്ടാകാവുന്ന മുഖത്തെ തന്നെ വടുക്കളും പാടുകളുമൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സബ് സ്പെഷ്യാലിറ്റി ഓഫ് മെഡിസിനിൽ നമ്മൾ കൈകാര്യം ചെയ്യാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും വടുക്കളുണ്ടെങ്കിൽ, സ്കാർസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് മോഡേൺ മെഡിസിന് പ്രാപ്യമാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. മങ്കി പോക്സ് വൈറസിനെ കുറിച്ച് പറയാം. നമ്മൾ ഈ മങ്കി പോക്സ് വൈറസും ചിക്കൻ പോക്സ് വൈറസും ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസും ഏകദേശം ഈ കുരുക്കളുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് ഏകദേശം ഒരേ തരത്തിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ഗ്രൂപ്പാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ വെരിസെല്ല സോസ്റ്റർ എന്നാണ് ചിക്കൻ പോക്സിൻ്റെ വൈറസിൻ്റെ പേര്. ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ തക്കാളിപ്പനി ഉണ്ടാക്കുന്നത് കോക്സാക്കി ഗ്രൂപ്പിൽ പെടുന്ന വൈറസാണ്. അതുപോലെ തന്നെയുള്ള ഓർത്തോമിക്സോ വൈറസ് ഗ്രൂപ്പിൽ പെട്ടുന്ന ചില അണുക്കളാണ് നമുക്ക് ഈ അസുഖം സ്മോൾ പോക്സ് എന്ന പേരിനോട് സാമ്യമുള്ള മങ്കി പോക്സ് എന്ന അസുഖം ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന പോക്സുകളെല്ലാം നമുക്ക് മുഖത്തും ശരീരത്തിൽ മുഴുവൻ പലതരത്തിലുള്ള കുരുക്കളായിട്ടും അത് വടുക്കളായിട്ടുമൊക്കെ ഉണ്ടാക്കാം. പണ്ടൊക്കെ സ്മോൾ പോക്സ് പിടിച്ച് ഒരുപാട് ആളുകൾ മരിച്ചു പോയിരുന്നു. പക്ഷേ സ്മോൾ പോക്സിന് നല്ല ഒരു വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. അതുപോലെ പല രാജ്യങ്ങളിലും നമ്മൾ റേബീസ് പോലുള്ള ഇൻഫെക്ഷൻ, അത് വൈറസ് ഉണ്ടാക്കുന്നതാണ്, അത് ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമൊക്കെ റാബീസ് വാക്സിൻ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അസുഖം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നേ ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് പല അസുഖങ്ങളെയും വാക്സിനേഷൻസിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ഉണ്ട്, ന്യൂമോകോക്കസ് വാക്സിനേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു 20-50 ഇരട്ടി പൈസ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനോ. ഇനി ഇതൊക്കെ പിടിച്ച് കിട്ടണമെങ്കിൽ മരണം തന്നെ സംഭവിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ജീവൻ്റെ വിലയായിരിക്കും ഇങ്ങനെയുള്ള വാക്സിനേഷൻസ് എടുത്തു വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ലാഭിക്കാനായിട്ട് അല്ലെങ്കിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കൊച്ചുകുട്ടികൾക്കും ഇതിനോട് പ്രോണായിട്ടുള്ള ആൾക്കാർക്കുമൊക്കെ ഇത്തരത്തിലുള്ള വാക്സിനേഷൻസ് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അപ്പം കോവിഡിനും നമ്മൾ വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്ത് അതൊരു ശൈശവ ദശയിൽ മാത്രമാണ്. നമ്മൾ ആ അസുഖത്തെ പരിചയിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ടുള്ളൂ. തീർച്ചയായിട്ടും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷനും അതിനുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയേക്കും. വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഡോർമൻറ്റ് സ്റ്റേജിൽ അങ്ങ് ആയിപ്പോവും. പിന്നീടും വീണ്ടും അത് റീആക്ടിവേറ്റഡ് ആയി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഹെർപ്പസ് എന്ന് പറയുന്ന ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവർക്ക് പിന്നീട് വരുന്ന ഹെർപ്പസ് റീആക്ടിവേഷൻ ആയിട്ടുള്ളത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം. അത് ഭയങ്കരമായിട്ടുള്ള വേദനയായിട്ടും ഒക്കെ അത് പ്രസൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് തുടക്കത്തിലുള്ള പനി തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം.
അപ്പോൾ പനി എന്ന് പറയുമ്പോൾ ഏത് ഇൻഫെക്ഷൻ വേണമെങ്കിലും ആകാം. വൈറൽ പനി എന്നാണ് എല്ലാവരും അതിനെ പറയുക. തീർച്ചയായിട്ടും വൈറൽ പനി തന്നെയാണ്. എന്ത് വൈറസിൻ്റെ പനിയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. അത് ചിലപ്പോൾ കൊറോണ വൈറസ് ആയിരിക്കാം, കോക്സാക്കി വൈറസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർത്തോമിക്സോ വൈറസോ വെരിസെല്ല വൈറസോ എന്ത് വൈറസോ ഒക്കെ ആയിരിക്കാം. കുട്ടികളിൽ സാധാരണ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസോ റോട്ട വൈറസോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു തീരുമാനത്തിലെത്തുക. അല്ലെങ്കിൽ അതിൻ്റെ RT-PCR ടെസ്റ്റുകൾ വഴി അതിനെ കൃത്യമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കോവിഡിലൊക്കെ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ഈ പനി തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ കുമിളകൾ ഉണ്ടാകുക. അത് 50 അതിലധികമോ ഒക്കെ കുമിളകൾ അത് നെഞ്ചിലും കഴുത്തിലും മുഖത്തും കൈകളിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുഖത്തും കൈകളിലുമാണ് ഏറ്റവും കൂടുതൽ ഈ മങ്കി പോക്സിൻ്റെ വൈറസിൻ്റെ ലീഷൻസ് കാണാറുള്ളത്. അപ്പോൾ ഇത് ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസുമായിട്ട് നമുക്കൊരു താരതമ്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ കൈകളിലും കാലുകളിലും ഇതുപോലെ മുഖത്തുമൊക്കെ ആയിരിക്കും. എനിക്ക് എൻ്റെ ഹൗസ് സർജൻസി പൂർത്തിയാകുന്ന സമയത്ത് എനിക്ക് എവിടുന്നോ ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് കിട്ടി. അത് ഒരാഴ്ചത്തേക്ക് നീണ്ടു നിന്നു. കയ്യിലും മുഖത്തും കാലിലും ഒക്കെ മൊത്തം പാടുകൾ, അത് പൊള്ളി ഇതിങ്ങനെ അടന്നു പോകുന്ന പോലത്തെ വേദന, എനിക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റാത്ത പോലത്തെ തൊണ്ടവേദന. ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ ഒരു 5 കിലോ വെയിറ്റ് കുറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എനിക്കെന്തോ ഭയങ്കരമായിട്ടുള്ള അസുഖം വന്നു എന്ന്. അപ്പം നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് തക്കാളിപ്പനി വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ തക്കാളിപ്പനിയുമായിട്ട് മങ്കി പോക്സിനുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിൽ നമുക്ക് വായ്ക്കുള്ളിൽ വ്രണങ്ങളുണ്ടാകാം അല്ലെങ്കിൽ കുരുക്കളുണ്ടാകാം. എന്നാൽ ഈ മങ്കി പോക്സിൽ മുഖത്താണ് കൂടുതലായിട്ടും വടുക്കളുണ്ടാവുക. ഈ വടുക്കൾ പിന്നീട് മാറിപ്പോകുമോ എന്നുള്ള ഒരു കാര്യമാണ് മിക്ക രോഗികളെ അലട്ടുക. കാര്യം മുഖത്ത് മുഴുവൻ വടുക്കളായിട്ട് അല്ലെങ്കിൽ കുരുക്കളായിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഒരു നല്ല അനുഭവമായിരിക്കത്തില്ല. അത് അല്പം സമയമെടുക്കും, 30 ദിവസത്തോളം സമയമെടുക്കുമെന്ന് മാത്രമാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്. 30 ദിവസം കഴിഞ്ഞെന്നാൽ ഏതൊരു ഇൻഫെക്ഷനും മാറിപ്പോകുന്ന പോലെ തന്നെ ഇതും പൂർണ്ണമായിട്ടും മാറും. ഇനി എന്തെങ്കിലും വടുക്കളോ സ്കാറുകളോ ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് വേറെ വിദ്യകളുണ്ട്. അതിനെ ഓർത്ത് ഭയപ്പെടുകയേ വേണ്ട. 1 മാസത്തേക്ക് നമ്മൾ നല്ല റെസ്റ്റ് എടുത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന രീതിയിൽ നല്ലപോലെ വെള്ളവും കുടിച്ച് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും കഴിച്ച് നല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ച് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തെന്നാൽ ഇത് പരിപൂർണമായിട്ടും ഭേദമാകും. അത് ജീവൻ അപഹരിക്കില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുക്കുക. ഇത് കേട്ട് പരിഭ്രാന്തരാവുകയൊന്നും വേണ്ട. നമുക്കിതിന് എന്ത് പ്രശ്നം ഉണ്ടായെന്നാലും പരിഹരിക്കപ്പെടാം. ഇനി ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത. അതുകൊണ്ട് കഴിവതും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് പിടിപെടാൻ സാധ്യതയുള്ള, നമ്മൾ സൈഡിൽ കൂടെ ഒരു ജലദോഷം പോയെന്നാലും നമ്മൾ മാഗ്നറ്റ് പോലെ പിടിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും വാക്സിനേഷൻസ് എടുത്ത് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ എന്നെക്കൊണ്ട് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസൊക്കെ നമ്മൾ പ്രോൺ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്ന വാക്സിനേഷൻസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ മോനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ പേരൻസിനും ഒക്കെ ഞാൻ അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് അവരുടെ 3 കുട്ടികളും അമ്മയും അച്ഛനും അടക്കം 5 പേർക്കും വാക്സിനേഷൻ എടുത്തുകൊണ്ട് പോയി. ഫ്ലൂ ഷോട്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ടും കൊടുക്കുക. അതായത് ഫ്ലൂ ജാം, നമ്മൾ സാധാരണ പറയുന്ന ഫ്ലൂ ലൈക്ക് ഇൽനെസ് ആണ് ഈ ചുമ, ജലദോഷം, പനി, മൂക്കൊലിപ്പ്, തുമ്മൽ തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു 50% എങ്കിലും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഫ്ലൂ ഷാട്ടും ഫ്ലൂ ജാബും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ എല്ലാവർക്കും വിൻ്ററിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നത്. കാരണം അവിടങ്ങളിലൊക്കെ വിൻ്റർ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഈ ഫ്ലൂ വന്ന് പിടിപെടും എന്നുള്ളത് കൊണ്ട്. അതുപോലെ ഇപ്പം വിദേശ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് കൺട്രീസിലോ UAE-യിലോ അബുദാബിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഫ്ലൂ ഷോട്ട് എല്ലാവർക്കും ആരോഗ്യ പ്രവർത്തകർക്ക് നിർബന്ധമായിട്ടും അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്സിനേഷൻസിനെ പറ്റിയും നിങ്ങൾ കൃത്യമായിട്ട് അറിയുക. ഇനി മങ്കി പോക്സ് പോലുള്ള വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലപോലെ ഹൈഡ്രേഷൻ, നല്ല വെള്ളം കുടിക്കുക. വെള്ളം ഇറക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ IV ഫ്ലൂയിഡ് പോലുള്ള സംഗതികളും മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും നമ്മൾ കൊടുക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക് വൈറൽ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ആവശ്യമുള്ളതല്ല. എന്നാൽ അതിൻ്റെ കൂടെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ചില അവസരങ്ങളിൽ ആൻറ്റിബയോട്ടിക് ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. ആൻറ്റിവൈറൽ മരുന്നുകൾ നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് ഏറ്റവും വേണ്ടത് നല്ല പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ ന്യൂട്രീഷനും
പ്രോപ്പർ റെസ്റ്റുമാണ്. അതിന് ഇത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് പകരുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോഡി സെക്രീഷൻസിലൂടെ, സ്രവങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. അപ്പോൾ നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ അതിൽ നിന്നുള്ള സെക്രീഷൻസ് മറ്റൊരാളിലേക്ക് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എയർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്, എയറോസോൾസ് ആയിട്ട് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും വേറൊരു റൂമിൽ, നമ്മൾ കോവിഡിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മങ്കി പോക്സിലും ചിക്കൻ പോക്സിലും പിന്നെ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിലും വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ഇങ്ങനെ പുതിയ അസുഖങ്ങൾ വരുമ്പോഴും നമ്മളതിനെ പരിഭ്രാന്തരായി അതിനെ കാണേണ്ട കാര്യമില്ല. ഇതിനെയെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഒരുമിച്ച് പൊരുതി തോൽപ്പിക്കും എന്ന് തന്നെ മനസ്സിൽ വിശ്വസിച്ചോളൂ. അതിന് എല്ലാം കൂട്ടായിട്ട് ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരും കൂടെയുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് നമ്മളുണ്ടാകും എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.